നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കിക്കെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്ത ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഏറ്റവും ഒടുവിൽ കുറിച്ചു, കീലേരി കഥം ഹോഗയ. അതിന് തൊട്ടു മുൻപ് അനിൽ നമ്പ്യാരുടെ കുറിപ്പിങ്ങനെ: സംസ്ഥാനത്ത് ആയങ്കി ഫാൻസ് വക 2 ദിവസത്തെ ദുഃഖാചരണം. അണ്ടികളഞ്ഞ അണ്ണാൻ്റെ ഇരിപ്പ് ആരാധകർ എങ്ങനെ സഹിക്കുമായെങ്കിൽ. ഒരു ദിവസം മുൻപ് അനിൽ നമ്പ്യാർ ഒരു കുറിപ്പിട്ടു. തൃശ്ശൂർ സിറ്റിയിലെ സുഖചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നതിന് മുൻപ് കൂർക്കഞ്ചേരിയിലെ മയ്യഴിക്കാരി സെറ്റപ്പിനെ കാണാൻ ആയങ്കി ബ്രോ എത്തിയത്രേ. അർജുനന് കവചം തീർത്തത് ഒരു കാടക്കോഴിയാണത്രേ. തൃശ്ശൂർ സിറ്റിയിലൂടെ ലെവൻ മിന്നിക്കണമെങ്കിൽ പോലീസിലെ ചില ഏമാന്മാർ കണ്ണടച്ചിട്ടുണ്ട്. പിണറായി ബാധ ഇപ്പോഴും ഒഴിയാത്ത കാക്കിയിലെ ചുവപ്പന്മാരെ തിരിച്ചറിയണം. ഒരു വെടിവെപ്പിനുള്ള സ്റ്റാൻഡേർഡൊന്നും ഈ ചീള് പയലിനില്ല. ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ മറ്റൊരു കുറിപ്പിട്ടു. നമ്പ്യാരുടെ ഭാര്യയായിരുന്നു ആ സെറ്റപ്പ്. അർജുൻ ആയങ്കിക്ക് പാർട്ടിയുടെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. പാർട്ടി സംരക്ഷണ കവചമൊരുക്കി ഒപ്പമുണ്ടായിരുന്നു. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അർജുൻ ആയങ്കി വെടിവെച്ചാണെങ്കിലും പോലീസ് പിടിക്കുമെന്ന വാർത്തകൾ നിരന്നപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാവ് MP ജയരാജന് ആകെ പേടി. നാളെ പോലീസ് CPM സഖാക്കൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കി വെടിവെക്കാൻ ഉള്ള തീരുമാനമെടുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അർജുൻ ആയങ്കി പിടിയിലാകാൻ പോകുന്നു, അയാൾക്കെതിരെയുള്ള കേസുകൾ വീണ്ടും ജനശ്രദ്ധയിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് CPM ജനറൽ സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അർജുൻ ആയങ്കിക്ക് CPMുമായി ഒരു ബന്ധവുമില്ല എന്നായിരുന്നു MP ഗോവിന്ദന്റെ നിലപാട്. അപ്പോൾ പാർട്ടി സമ്മേളനത്തിലെ റെഡ് വോളണ്ടിയർ ആരായിരുന്നുവെന്ന ചോദ്യത്തിന് MP ഗോവിന്ദൻ ഉത്തരമില്ല. DYFI ഏരിയ സെക്രട്ടറി ആയിരുന്ന അർജുൻ ആയങ്കിയെ ഇങ്ങനെ അങ്ങ് തള്ളിപ്പറയാമോ എന്നും പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെ വെല്ലുവിളിക്കുന്നു. പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്നൊക്കെയാണ് ആ വെല്ലുവിളി. തുടർന്ന് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അർജുൻ ആയങ്കിയെ പരാമർശിക്കുന്ന വാർത്തകളിട്ട അനിൽ നമ്പ്യാരെ പോലുള്ളവരെ കട്ടയ്ക്ക് വെല്ലുവിളിക്കുന്നു. അനിൽ നമ്പ്യാരുടെ ഭാര്യയെ അടക്കം അപമാനിക്കാനുള്ള ശ്രമം. കേരള പോലീസിന് മുന്നിൽ പിന്നീട് ഒറ്റ പോംവഴി മാത്രം: അർജുൻ ആയങ്കിയെ പിടിക്കുക. ഇപ്പോഴിതാ പോലീസ് കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ഒരു വിധത്തിലും ഇനി പുറംലോകം കാണിക്കില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനം പോലീസ് കൈക്കൊണ്ടു. കഴിഞ്ഞ 10 വർഷം CPM വളർത്തിയൊരു ഗുണ്ട അർജുൻ ആയങ്കി പിടിയിലകപ്പെടുമ്പോൾ ഒപ്പം വീഴുന്നത് നിരവധി സഹഗുണ്ടകളാണ്. ഇതിനകം 55 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ADGP P വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിരവധി പേർ വരും മണിക്കൂറുകളിൽ അറസ്റ്റിലാകും. അർജുൻ ആയങ്കിയെ പിന്തുണച്ചവരും അർജുൻ ആയങ്കിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടവരും അർജുൻ ആയങ്കിയുടെ പോസ്റ്റിന് ലൈക്ക് ഇട്ടവരുമൊക്കെ പോലീസ് വലയിൽ കുടുങ്ങും. DYFIയിലൂടെയായിരുന്നു അർജുൻ ആയങ്കിയുടെ അരങ്ങേറ്റം. പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘടനകളുമൊക്കെ കുറഞ്ഞപ്പോൾ പാർട്ടി ഗുണ്ടകൾ ക്രമേണ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ണൂരിൽ കണ്ടത്. സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കൽ എന്ന മാരക വേർഷനിലേക്ക് അർജുൻ ആയങ്കിയും സംഘവും കടന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുമായി വിമാനമിറങ്ങുന്ന യാത്രക്കാർ ഈ സ്വർണവുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നേരെ ചാടി വീണ് സ്വർണം തട്ടിയെടുക്കുന്ന പരിപാടിയാണ് സ്വർണം പൊട്ടിക്കൽ. നിരവധി സംഭവങ്ങളാണ് അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. പാർട്ടിയിൽ നിന്ന് എപ്പോഴേ പുറത്താക്കി എന്ന ക്യാപ്സ്യൂൾ ഇനി നമുക്ക് AKG സെൻറ്ററിൽ നിന്ന് കേൾക്കാം. എങ്കിലും പാർട്ടിയുടെ സൈബർ പേജുകളിലൊക്കെ അർജുൻ ആയങ്കിക്ക് വലിയ ഫാൻസുണ്ട്. സൈബർ പേജുകളിലെ ഫാൻസുകാർ അർജുൻ ആയങ്കിയെ ഇപ്പോഴും പുകഴ്ത്തുന്നു. മറുവശത്ത് അർജുൻ ആയങ്കിക്ക് വേണ്ടി അവർ കോരം വാദിക്കുന്നു. പുതിയൊരു മനുഷ്യനായി തന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന അർജുൻ ആയങ്കിയുടെ വീഡിയോ വലിയ തോതിലാണ് സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇന്നലെ അർജുൻ ആയങ്കി ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുൻ ആയങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്നതുപോലെ എന്നെ വെടിവെച്ചു കൊന്നാൽ സന്തോഷമേ ഉള്ളൂ, അത് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ MP ജയരാജൻ സഖാവിനോടാണ്. എനിക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളിപ്പറയുന്നതിന് മുൻപ് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിനെ കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയുന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിലടയ്ക്കപ്പെട്ടത്. മയ്യിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന്
പോലീസിൻ്റെ അടി കിട്ടിയപ്പോൾ അയാൾ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിൻ്റെ 1% പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുത്. കട്ടയ്ക്കാണ് അർജുൻ ആയങ്കി ഇന്നലെ കുറിച്ചത്. പിന്തുണ പരസ്യമായി വേണ്ട, പക്ഷെ പിന്നിൽ നിന്ന് കുത്തരുത്. ആ ക്യാപ്സ്യൂൾ അങ്ങ് വാങ്ങി വെച്ചേക്കാനാണ് അർജുൻ ആയങ്കി പറയുന്നത്. കുറ്റം ചെയ്തതുകൊണ്ട് മാത്രമല്ല ആയങ്കി ഇങ്ങനെ വേട്ടയാടുന്നത്, സഖാവായതുകൊണ്ടുകൂടിയാണ്. അർജുൻ ആയങ്കിയുടെ പോസ്റ്റിന് കീഴെ 2400-ലധികം കമൻറ്റുകൾ. ശുംഭന്മാരാണ് ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടിയെ നയിക്കുന്നത് എന്ന് മറ്റു ചിലർ കുറിക്കുന്നു. നാശത്തിലേക്കാണ് പാർട്ടിയുടെ പോക്ക്. ആയങ്കിയെ സംരക്ഷിക്കാൻ കഴിയാതെ നിൽക്കുന്ന CPM നേതൃത്വം, സംരക്ഷിക്കാത്തതിൽ കലിപ്പ് പിടിച്ച ആയങ്കി ഫാൻസ്. ചിലർ ഉള്ള സത്യം തുറന്നെഴുതി. തുടക്കത്തിൽ തീപ്പൊരി പിള്ളേർ, കേസ് കയറുമ്പോൾ പാർട്ടിയുടെ ഗുണ്ടകൾ, പിന്നെ പാർട്ടിക്ക് തന്നെ അറിയില്ല ആര് എന്താ എന്നൊക്കെ. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് കട്ട് ചെയ്യും. കാലങ്ങളായി നടന്നു വരുന്ന പരിപാടിയാണ്. എന്തായാലും പാർട്ടിയുടെ അടിമക്കണ്ണുകൾക്ക് ഒരു തിരിച്ചറിവ് നല്ലതാണ്. MP ജയരാജൻ നിൽക്കക്കള്ളിയില്ലാതെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തം. കണ്ണൂർ നേതാവ് P ജയരാജൻ പക്ഷെ ഒരക്ഷരം മിണ്ടുന്നില്ല. അർജുൻ ആയങ്കി പണ്ടൊക്കെ P ജയരാജൻ്റെ കട്ട ഫാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ എന്ന് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ തൻ്റെ ഗുണ്ട ലേബലിൽ മാത്രമല്ല അർജുൻ ആയങ്കി ചെയ്യുന്നത്. അർജുൻ ആയങ്കിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുള്ള പിന്തുണയും ഫാൻസും പാർട്ടി അണികളുടേതാണ്. അതുതന്നെയാണ് അർജുൻ ആയങ്കിയെ ഇത്തരത്തിലൊക്കെ പെരുമാറാൻ പ്രേരിപ്പിച്ചതും. അതേ അർജുൻ ആയങ്കിയോട് മാത്രമല്ല, കേരളത്തിലെ CPM ഗുണ്ടകളോടാണ് P വിജയൻ എന്ന ADGP പറയുന്നത്. ഒരായങ്കിയെയും കേരളത്തിൽ വിലസാൻ അനുവദിക്കില്ല. ഒരായങ്കിയും ഇനി പോലീസിനെ വെല്ലുവിളിക്കാൻ നേരെ നിൽക്കില്ല. പോലീസിനെ വെല്ലുവിളിക്കാൻ ഒരായങ്കിയെയും തങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് ADGP P വിജയൻ കട്ടയ്ക്ക് പറഞ്ഞു. പോലീസിനെ വെല്ലുവിളിച്ചു എന്നത് ആയങ്കിയുടെ വെറും തോന്നൽ. ഇത്തരക്കാർക്ക് ലഭിക്കുന്ന വീരപരിവേഷം താൽക്കാലിക ഷോ മാത്രം. ഒരു പരിധി വിട്ട് വളർന്നുവെന്ന് ആയങ്കിക്ക് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ തന്നെ അയാളെ നിയമപരമായി പൂട്ടാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. കേരളം ക്രിമിനലുകളുടെ പർദീസയല്ല, നിയമത്തെ വെല്ലുവിളിച്ചവരുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന് ആഭ്യന്തരമന്ത്രി തറപ്പിച്ചു പറയുമ്പോൾ ഇത് ഗുണ്ടാപ്രവർത്തനവുമായി കളത്തിലിറങ്ങിയ പാർട്ടി അണികൾക്കുള്ള മുന്നറിയിപ്പാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും കണ്ടത്? അർജുൻ ആയങ്കിയെ സഹായിക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് പോലും. കേസ് നടത്താനും പോലീസിനെ വെല്ലുവിളിക്കാനും സഹോദരൻ അജയ് ആയങ്കിയുടെ നേതൃത്വത്തിൽ QR കോഡ് തയ്യാറാക്കി ക്രൗഡ് ഫണ്ടിംഗ്. എല്ലാത്തിനെയും കൊലയോടെ വീഴ്ത്തി കേരള പോലീസ്. അർജുൻ ആയങ്കി ഒളിവിലായിരിക്കെ സഹായം നൽകിയതിന് സഹോദരൻ കണ്ണൂർ അഴീക്കൽ കോവ്വലടി ആയങ്കി ഹൗസ് അജയ് ആയങ്കി എന്ന 24-കാരനെയും കേരള പോലീസ് തൂക്കിയെടുത്തു. ആയങ്കിക്ക് ഒലിയിടമൊരുക്കിയ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നതാണ് കേരള പോലീസിൻ്റെ നിലപാട്. ഒപ്പം ആയങ്കിയെ അർദ്ധരാത്രിയിൽ വീട്ടിലൊളിപ്പിച്ച അഭിഭാഷകയ്ക്കും കുരുക്കുമുറുകുന്നു. അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ കണ്ണൂർ നഗരത്തിലെ ഒരു വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോലീസ് അർജുൻ ആയങ്കിയെ തൂക്കിയെടുത്തു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ മുൻനിർത്തി പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും ഒക്കെ ആയങ്കി തുടർച്ചയായി വെല്ലുവിളിച്ചു. അർജുൻ ആയങ്കിയുടെ ഹീറോയിസം സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വാഴ്ത്തിപ്പാടി. ഒളിവിലിരുന്ന ലൈവ് വീഡിയോകളും വോയിസ് മെസ്സേജുകളും അയച്ച് പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്നാണ് പോലീസിനെ വെല്ലുവിളിച്ചത്. നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരക്കാരെ വെറുതെ വിടുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന വിലയിരുത്തൽ ADGP P വിജയൻ നൽകുന്നു. തുടർന്നാണ് കേരള പോലീസ് അതിശക്തമായ തെരച്ചിലിന് തയ്യാറായത്. സോഷ്യൽ മീഡിയയിൽ തനിക്കുള്ള ഫോളോവേഴ്സിന്റെ ബലത്തിൽ താൻ സുരക്ഷിതനാണ് എന്ന വിചാരമായിരുന്നു ആയങ്കിക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ പ്രാദേശിക പാർട്ടി വേദികളിൽ നിന്നും വളർന്ന് ഒടുവിൽ കേരളമറിയുന്ന കുപ്രസിദ്ധ കുറ്റവാളിയായി അർജുൻ ആയങ്കി മാറി. അർജുൻ ആയങ്കിയുടെ രാഷ്ട്രീയ ജീവിതത്തിലൂടെയാണ് ക്രിമിനൽ പശ്ചാത്തലങ്ങളുടെ തുടക്കം. DYFI സജീവ പ്രവർത്തകനായി രാഷ്ട്രീയത്തിലിറങ്ങി. പിന്നീട് ആ രാഷ്ട്രീയ പശ്ചാത്തലം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുള്ള മറയാക്കി. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആയങ്കിയുടെ തുടക്കം. പാർട്ടിയുടെ പേരും പദവികളും ഉപയോഗിച്ച് യുവാക്കളെ സംഘടിപ്പിച്ചു. പ്രാദേശിക തർക്കങ്ങളിൽ ഇടപെട്ട് മധ്യസ്ഥ റോൾ ചമഞ്ഞ് പണം തട്ടി.
അതിവേഗം സമ്പന്നനാകണം എന്ന ചിന്തയാണ് ഇയാളെ വഴിതെറ്റിച്ചത്. പാർട്ടി ആശയങ്ങൾക്കപ്പുറം സാമ്പത്തിക നേട്ടങ്ങൾക്കായി കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുറപ്പിച്ചു. കണ്ണൂരിലെ തില്ലങ്കേരി കേന്ദ്രീകരിച്ച് അക്രമി സംഘങ്ങളുമായുള്ള സഖ്യം, പിന്നീട് ക്രിമിനൽ ലോകത്തെ മാഫിയ തലവനായി ആയങ്കിയുടെ വളർച്ച. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതൃത്വം അർജുൻ ആയങ്കിയെ ഭയപ്പെട്ടു. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരുടെ പിന്തുണ ആയങ്കിക്ക് കൂടുതൽ കരുത്തു പകർന്നു. 2021 കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലും രാമനാട്ടുകര അപകടത്തിലും ആയങ്കിയുടെ പേര് ഉയർന്നു വന്നു. തുടർന്ന് പാർട്ടി ഇയാളെ പൂർണ്ണമായി തള്ളിപ്പറയേണ്ട ഗതികേടിലെത്തി. പാർട്ടി പുറത്താക്കിയെങ്കിലും പാർട്ടി സൈബർ ഗ്രൂപ്പുകളിലെ സാന്നിധ്യത്തിൽ നിന്ന് ആയങ്കിയെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇടതനുകൂല സംവിധാനങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഇയാൾ നിറഞ്ഞാടി. പാർട്ടി പോരാളിയായി സ്വയം ചിത്രീകരിച്ച് യുവാക്കളെ തനിക്കൊപ്പം നിർത്തി. സമൂഹ മാധ്യമങ്ങളിലെ ശക്തി ഉപയോഗിച്ച് കൊട്ടേഷൻ സാമ്രാജ്യം വളർത്തിയെടുത്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആയങ്കിയെ പരിപാടികളിൽ അടുപ്പിക്കരുത് എന്ന് CPM നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകേണ്ട സാഹചര്യത്തിലെത്തി. പാർട്ടി പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെടും ആയങ്കിക്ക് എന്ന സ്ഥിതിവിശേഷം. എന്നാൽ രഹസ്യമായി കണ്ണൂരിലെ ചില പാർട്ടി നേതാക്കൾ ആയങ്കിയെ സംരക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു. വലിയ ക്രിമിനലായി സോഷ്യൽ മീഡിയയിൽ സ്വയം അവതരിപ്പിക്കുക ആയങ്കിയുടെ ഏറ്റവും വലിയ വിനോദം. ഇപ്പോഴിതാ അറസ്റ്റിന് ശേഷം ആയങ്കിയെ പ്രതിരോധിക്കാൻ CPM എന്ന പാർട്ടി മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. ക്യാമ്പസ് രാഷ്ട്രീയവും യുവജന പ്രസ്ഥാനങ്ങളുമൊക്കെ ദുരുപയോഗം ചെയ്ത് ക്രിമിനൽ വളർച്ച കൈവരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. 2021 ജൂൺ മാസത്തിൽ രാമനാട്ടുകര വാഹനാപകടം. വിമാനത്താവളം വഴി കടത്തുന്ന നിയമവിരുദ്ധ സ്വർണം വിമാനത്താവളത്തിന് പുറത്തുവെച്ച് തട്ടിയെടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രധാന തലവനായി ആയങ്കി മാറിയത് ആ സംഭവത്തോടെ. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന കരിയർമാരെ ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയും സ്വർണം അപഹരിക്കലായിരുന്നു ആയങ്കിയുടെ ശൈലി. രാമനാട്ടുകരയിൽ സ്വർണം തട്ടിയെടുക്കാനുള്ള മത്സരത്തിനിടയിൽ 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ട അപകടം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണവുമായി പുറത്തിറങ്ങിയ കരിയറെ പിന്തുടർന്ന ആഡംബര കാറുകളിലൊന്ന് ആയങ്കിയുടേതായിരുന്നു. ഇതോടെ കസ്റ്റംസ് ഇയാളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു. മാസങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷം ഈ കേസിൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം അധോലോക സാമ്രാജ്യത്തിൽ കൂടുതൽ ശക്തി വരുത്താനാണ് ആയങ്കി പിന്നീട് ശ്രമിച്ചത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ സമാന്തര സാമ്പത്തിക ശൃംഖലകളുടെ പ്രധാന നിയന്ത്രണം ഇയാൾ കയ്യിലെടുത്തു. തട്ടിപ്പിലൂടെ കൈപ്പറ്റുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു. റീലുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഫാൻസുകളെ നേടിയെടുത്തു. കൊട്ടേഷൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റ് കണ്ണികളെ തങ്ങളുടെ സംഘത്തോട് ചേർത്ത് വലിയ സുഹൃത്ത് വലയമുണ്ടാക്കി. എറണാകുളം കോതമംഗലത്ത് വെച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി സംഘം ചേർന്ന സംഭവം. അവിടെ കസ്റ്റഡിയിലായ അർജുൻ ആയങ്കി തുടർന്ന് കാട്ടിയ തിടുക്കവും അഹങ്കാരവും ഇയാളെ ജയിലിലടയ്ക്കാൻ കാരണമാകുന്നു. കോതമംഗലം ഇൻസ്പെക്ടറെ ഭയപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇയാൾ വീണ്ടും ഭീഷണി മുഴക്കുന്നു. നിങ്ങളെ കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ടോളാം എന്ന മട്ടിലുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ പരിഹാസത്തിനാണ് അർജുൻ ആയങ്കി ആദ്യം ശ്രമിച്ചത്. എന്നാൽ കേരള പോലീസിൻ്റെ പതിവ് ശൈലിയല്ല ഇക്കുറി തനിക്ക് നേരിടേണ്ടി വരിക എന്ന തിരിച്ചറിവ് അയാളെ ഭയചകിതനാക്കി. ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിച്ചതിന് പുറമെ BJP നേതാവും മാധ്യമപ്രവർത്തകനുമായ അനിൽ നമ്പ്യാരുടെയും കുടുംബത്തിൻ്റെയും പേരിൽ കടുത്ത സൈബർ അതിക്രമം. അർജുൻ ആയങ്കിക്കെതിരെ കൂടുതൽ കേസുകൾ ചുമത്താൻ ഇതും കാരണമാണ്. അനിൽ നമ്പ്യാർ സോഷ്യൽ മീഡിയയിൽ ആയങ്കിയുടെ ഒളിവ് ജീവിതത്തെ പരിഹസിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. തൃശ്ശൂരിലെ സുഖചികിത്സാ കേന്ദ്രവും അവിടെയുള്ള സെറ്റപ്പും. എന്നാൽ ഇത് ആയങ്കിയെ ചുടുപ്പിച്ചു. അനിൽ നമ്പ്യാരുടെ ഭാര്യയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ട് അശ്ലീല അധിക്ഷേപമാണ് ഇയാൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയത്. അതിശക്തമായ പൊതുജന പ്രതികരണമാണ് ആയങ്കിയുടെ വിഷയത്തിൽ കേരളം കണ്ടത്. ഒപ്പം ആയങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നിർത്താത്ത കയ്യടിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.